അല്ലെങ്കിലും ഈ നാട് ഉദ്ഘാടനത്തിന് ശേഷമുള്ള എല്ലാം പുറത്തു കൊടുത്തുള്ളൂ. ഞാൻ പറയുന്നത് ദുബായിലെ പുതിയ ഗോൾഡ് ലൈനിനെ കുറിച്ചാണ്. 4 ലക്ഷത്തിൽ മേലെ പാസഞ്ചേഴ്സിനെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൂടാതെ അവർ റിട്ടേൺ എന്ന് പറയുന്നത് അവർ ഇൻവെസ്റ്റ് ചെയ്ത 34 ബില്യണിൽ ഏകദേശം 400% പ്രോഫിറ്റ് അവർ 4 വർഷം കൊണ്ട് തന്നെ കിട്ടുമെന്നാണ് അവരുടെ പ്രഡിക്ഷൻ. ഈ ഗോൾഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്റോറിക് ഏരിയ ആയിട്ടുള്ള അൽ ഗുബൈബെന്ന് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലേക്കാണ് എൻഡിങ് വരുന്നത്. 42 കിലോമീറ്റർ ആണ് ഏകദേശം അത് വരുന്നത്. ഈ മെട്രോ ലൈനിന്റെ കംപ്ലീഷൻ വരുന്നത് 9/9/2032 ഈ ഒരു പ്രോജക്റ്റിന് ഏകദേശം 34 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. ഇത് മെയിൻലി ഉപകാരപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്കാണ്, എസ്പെഷ്യലി ദുബായിൽ. ഇത് കണക്ട് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്ഷൻ സിറ്റി ആയിക്കോട്ടെ, മോട്ടോർ സിറ്റി ആയിക്കോട്ടെ, അതല്ല ബർഷ ആയിക്കോട്ടെ, സൗത്ത്, ഈ ഏരിയയിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഈസിലി നല്ലൊരു റിട്ടേൺസ് കിട്ടും എന്ന് ഇത് ഏകദേശം കംപ്ലീഷൻ ആകുമ്പോൾ ഈ അനൗൺസ്മെന്റ് വന്നോടെ തന്നെ ഏകദേശം എല്ലാ പ്രോജക്റ്റിനും അപ്രീസിയേഷൻ കിട്ടും. അപ്പം ഈ ഒരു ഏരിയയിൽ നല്ലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. ആർക്കും ഇവിടെ ഒരു പ്രോജക്റ്റ് നോക്കാൻ പറ്റും. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. അതുമാത്രമല്ല ദുബായിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഏതെങ്കിലും ഇൻഫർമേഷൻ വീഡിയോയ്ക്ക് വേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.